അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്താണ്? ഇപ്പം ടെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. നമ്മളിത് നേരെ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോകണം. എന്നാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ എന്താണ് ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു പുള്ളിങ് ഫോഴ്സാണ്. അതിനെ ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു തരും? ഞാനിവിടെ ഒരു മതിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കയറ് കെട്ടി. ഈ കയറിൻ്റെ ടെൻഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പോയിന്റിലും നമ്മൾ ടെൻഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്താ പഠിച്ചത്? ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. പുള്ളിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വലിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും, ഇങ്ങനെ വലിക്കും. ഈ ഒരു സംഭവം ആ ചവറിനെ ഇങ്ങോട്ട് വലിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ എത്തുമ്പോൾ ഈ ചവറിനെ ഇങ്ങോട്ട് വലിക്കും. ഈ ചവറിൻ്റെ റെസ്പെക്റ്റീവിൽ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? വലിക്കും, ആ ചവറിനെ വലിക്കും. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. നിങ്ങൾ എവിടെയാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സാധനം വലിക്കും എന്ന് ചിന്തിക്കുക. അപ്പം നമുക്ക് അത് കിട്ടും. പിന്നെ വൺ സ്ട്രിങ് ഹാസ് വൺ ടെൻഷൻ ഇൻ കേസ് ഓഫ് മാസ്ലെസ് ഓർ ഫ്രിക്ഷൻലെസ് സ്ട്രിങ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് മാസും ഇല്ലാത്ത ഫ്രിക്ഷനും ഇല്ലാത്ത സ്ട്രിങ്ങുകളാണ്. അപ്പോൾ ഈ സ്ട്രിങ്ങുകൾക്ക് ടെൻഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ വാല്യൂ ആണ്. ഇത് ടി ആണെങ്കിൽ ഇതും ടി ആയിരിക്കും. അത് ടി ആണെങ്കിൽ ഒരു കയറിൽ ഒരു ടെൻഷനെ പാടൂ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കയർ ഇങ്ങനെ ഇവിടെ ഒരു ജോയിൻറ്റ് പുള്ളിയാണ് കേട്ടോ, ഇത് പുള്ളി ഇങ്ങനെ ഇവിടെ തറയിൽ വെയിറ്റ് ഇട്ടേക്കുന്നു. ഓക്കെ, ഒരു പുള്ളി സിസ്റ്റമാണ്. ഈ കയറിൻ്റെ ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി ആയിരിക്കും. കാരണം ഇത് ഒരൊറ്റ കയറാണ്. കയറിൽ ഒരു ടെൻഷനേ ഉണ്ടാവൂ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആ രണ്ട് കോൺസെപ്റ്റും മനസ്സിലായി. ഓൾവേസ് ആക്ട്സ് എലോങ് ദ സ്ട്രിങ്. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങോട്ടൊന്നും ആക്ട് ചെയ്യത്തില്ല. ടെൻഷൻ എന്താ? ഈ കയറിൻ്റെ വരികളിൽ നമുക്ക് ടെൻഷൻ ആക്ട് ചെയ്യൂ. കയർ എങ്ങനെ ഇരിക്കുന്നോ അതിൻ്റെ കൂടെ ടെൻഷൻ ആക്ട് ചെയ്യൂ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ടെൻഷൻ്റെ മെയിൻ കോൺസെപ്റ്റുള്ള ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും. എ ബോഡി ഓഫ് മാസ് 5 kg ഈസ് സസ്പെൻഡഡ് ബൈ ദി സ്ട്രിങ്സ് മേക്കിംഗ് ആംഗിൾസ് 60 degree and 30 degree വിത്ത് ദ ഹൊറിസോണ്ടൽ. ഒരു ബോഡി 5 കിലോ ബോഡീനെ നമ്മളിങ്ങനെ കെട്ടി വെച്ചേക്കുക 2 സ്ട്രിങ്ങിൽ. അതുകൊണ്ടാണ് ഇവിടെ 2 ടെൻഷനുണ്ട്. 2 സ്ട്രിങ് ആയതുകൊണ്ട് T1 T2 ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ടെൻഷനാണ്. അത് ക്വസ്റ്റ്യൻ ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ അതിൻ്റെ ടെൻഷൻ കണ്ടുപിടിക്കേണ്ട സാധനം മാറിപ്പോയി. മനസ്സിലാക്കാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട അപ്പോൾ T1 T2 എന്താണ്? T1 = question mark, T2 = question mark. രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിട്ടുള്ള സാധനത്തിനെ T1 T2 തന്നിട്ടുണ്ട്. 5 കിലോ ഇങ്ങനെ വെച്ചേക്കുക. അവിടെ ഗ്രാവിറ്റി ഇല്ലേ? ഒരു മാസിൽ ഗ്രാവിറ്റി ആക്റ്റീവ് ഇല്ലേ? ഈ 5 കിലോഗ്രാമിൻ്റെ താഴോട്ട് mg ആക്ട് ചെയ്യും. mg എന്ന് പറയുമ്പം 5 കിലോഗ്രാം ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ എത്ര? g എത്ര? നമുക്ക് 10 എന്ന് കൊടുക്കാം. ജിന് 10 എന്ന വാല്യൂ കൊടുക്കാം. അപ്പം അതെത്ര? 50 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുവാണ്. 50 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്തിട്ട് എങ്ങനെ ഇവിടെ ഇരിക്കുന്നു? 50 ന്യൂട്ടൺ 2 കയർ കെട്ടിയിട്ടേക്കുക. 50 ന്യൂട്ടൺ വെയിറ്റ് ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുക ഫോഴ്സ്. എന്നിട്ട് പക്ഷെ ഇവിടെ അനങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മുകളിലോട്ടും ഇതേപോലത്തെ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാവണ്ടേ? അപ്പോൾ മുകളിലോട്ടും 50 ന്യൂട്ടൺ ഉണ്ട്. മുകളിലോട്ട് 50 ന്യൂട്ടൺ അതെന്ന് പറയുന്നത് എന്താണ്? ഈ T1ൻ്റെ കമ്പോണൻറ്റ്സ്. T1 എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് മുകളിലോട്ടുണ്ട്. T1 എത്രയാണ്? T1 sin 30. കമ്പോണൻ്റ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ചാപ്റ്ററിലും ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് കമ്പോണൻ്റ് എടുക്കാൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത് അറിഞ്ഞിരിക്കണം. സിമ്പിൾ കാര്യമാണ്, അത്രേ ഉള്ളൂ. T1 sin 30. പക്ഷെ അത് മാത്രമാണോ? അല്ല, ഇവിടെ T2 ഉണ്ട്. T2ൻ്റെ ഒരു കമ്പോണൻറ്റും മുകളിലോട്ടുണ്ട്. ഏതാ? T2 sin 60 degree.
ഓക്കെ അപ്പം നമുക്ക് ഇത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി നമുക്കിവിടെ 2 വേരിയബിൾ ഉണ്ട്, പക്ഷേ ഒരു ഇക്വേഷനേ ഉള്ളൂ. 2 വേരിയബിൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമുക്ക് 2 ഇക്വേഷൻ മിനിമം വേണം. അപ്പം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? അപ്പം നമുക്കറിയാം ഇതിനകത്ത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് മാത്രമല്ല T1 T2 വേറൊരു കമ്പോണൻറ്റ് കൂടെ ഉണ്ട്. ഏതാണ് ആ കമ്പോണൻറ്റ്? T1 cos 30 പ്ലസ് T2 cos 60 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് പ്ലസ് അല്ല, ഇതെന്ന് പറയുന്നത് ഈക്വലാണ്. എന്തുകൊണ്ട്? ഇത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താ? ഇവിടെ T1 cos 30 ഡിഗ്രിയും ഇവിടെ T2 cos 60 ഡിഗ്രിയും തമ്മിൽ ബാലൻസ്ഡ് ആണ്. ഹൊറിസോണ്ടൽ ഫോഴ്സും ബാലൻസ്ഡ് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിവിടെ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ, 2 ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്തൂടെ? സിമ്പിളായിട്ട് നമുക്ക് കണക്കൂട്ടി സോൾവ് ചെയ്യാം. നമുക്കിവിടെ നിന്ന് സോൾവ് ചെയ്ത് T1 T2 വാല്യൂവും കിട്ടും. ഞാനിത് കിട്ടുന്ന എഴുതത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ചെയ്തു. എല്ലാം ഞാനിങ്ങ് സ്വന്തമായിട്ടിരുന്ന് ചെയ്ത് അത് ശരിയല്ല. സോ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് എൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെൻഷൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. ഇനി അങ്ങോട്ടും കുറേ ടെൻഷൻ്റെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.